നമസ്കാരം. കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ പോലും മാധ്യമങ്ങൾ മറച്ചുവെച്ച അതീവ ഗൗരവമേറിയ എന്നാൽ ഞെട്ടിക്കുന്നതുമായ ഒരു വാർത്തയെ സംബന്ധിച്ച അനാലിസിസ് ആണ് ഇന്നത്തെ നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ലോക സമാധാനത്തിന് തന്നെ വളരെയധികം ഭീഷണി സൃഷ്ടിക്കുന്ന, വളരെ അപകടകരമായ പ്രത്യയശാസ്ത്രം പേറുന്ന ഇസ്ലാമിക ഭീകര സംഘടന ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറൈസാൻ പ്രൊവിൻസ് അഫ്ഗാൻ കേന്ദ്രമാക്കി അവരുടെ പ്രവർത്തനം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പുറത്തിറക്കിയ വോയിസ് ഓഫ് ഖൊറൈസാൻ എന്ന് പറയുന്ന അവരുടെ മാഗസിനിൽ ഭാരതത്തെ ഞെട്ടിക്കുന്ന ചില കലാപ ആഹ്വാനങ്ങളാണ് അവർ നടത്തിയിരിക്കുന്നത്. രാജ്യത്തിനെതിരെ, രാജ്യത്തിന്റെ നേതൃത്വത്തിനെതിരെ അവരെ വകവരുത്തുവാനും അവരെ ഇല്ലായ്മ ചെയ്യുവാനും അത്തരത്തിലുള്ള വളരെ മാരകമായിട്ടുള്ള ആഹ്വാനങ്ങൾ. അവരുടെ ആഹ്വാനങ്ങൾ അവരുടെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ പലരുടെയും കൈകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് ഈ ISKP ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറൈസാൻ പ്രൊവിൻസ് അത് സൃഷ്ടിക്കുന്ന അപകടകരമായിട്ടുള്ള ഒരു പ്രവണത, ലോക സമാധാനത്തിന് പ്രത്യേകിച്ച് ഭാരതത്തിന് അത് എത്രത്തോളം ഭീഷണി സൃഷ്ടിക്കുന്നു, അതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ്, അതിനെക്കുറിച്ചുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിഷയം ഞങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പം ഉള്ളത് അരുൺ ജോജി. ജോജി, നമുക്ക് ഈ ISKP പലപ്പോഴും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ പ്രേക്ഷകരിൽ പലർക്കും ചിലപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ISKP അത്ര ഒരു ഫെമിലിയർ ആവണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ആവിർഭാവം, അതിന്റെ ഒരു ബേസ്, അതിന്റെ ചെറിയൊരു ഹിസ്റ്ററി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അത് 2014 സിറിയ, ഇറാഖ് കേന്ദ്രീകരിച്ച് നമുക്കറിയാവുന്നതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഒരു കൊടും ഇസ്ലാമിക ഭീകര സംഘടന ആവിർഭാവം ചെയ്യുന്നു. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ പ്രൊവിൻസുകൾ കേന്ദ്രീകരിച്ച ഒരു ശാഖ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അവരുടെ ഒരു ഭാഷയിൽ പറയുന്നത് വാലിയ എന്നാണെന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം 23ഓളം വാലിയകൾ അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രൊവിൻസ് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്, സ്ഥാപിച്ചു. അതിൽ തന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ള അവരുടെ ഒരു പ്രൊവിൻസ് എന്ന് പറയുന്നതാണ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറൈസാൻ പ്രൊവിൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഖൊറൈസാൻ എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് അഫ്ഗാൻ, ഇറാൻ, ഈ സെൻട്രൽ ഏഷ്യ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രദേശത്തിലാണ്, അല്ലെങ്കിൽ അഫ്ഗാൻ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ ഒരു പ്രവർത്തനം ആരംഭിക്കുന്നത്. 2015 ജനുവരിയിലാണ് ഇത് സംബന്ധിച്ച ഈ ISKPയുടെ ഫോർമേഷൻ സംബന്ധിച്ച ഒരു പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുന്നത്. അതിനകത്ത് നമുക്ക് ഗൗരവമായി ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് വസ്തുതകൾ. അതായത് ഈ സംഘടനയിലേക്ക് ആകൃഷ്ടരായിട്ട് ചേർന്ന അംഗങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു പ്രദേശത്തെ ഈ തെഹ്രിക് ഇൽ താലിബാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഒരു ഭീകര സംഘടനയുണ്ട്. ഒപ്പം തന്നെ ഈ അൽഖ്വയ്ദ, പഴയ അൽഖ്വയ്ദ, അവിടെ നിന്നൊക്കെ വിഘടിച്ച് നിൽക്കുന്ന, അതായത് അവരുടെ ഒരു പോക്ക് കുറേ കൂടി എക്സ്ട്രീം ലെവലിലേക്ക് പോകണം. അതായത് ഈ അൽഖ്വയ്ദയും തെഹ്രിക് ഇൽ താലിബാനും അവരുടെ മദർ ഓർഗനൈസേഷൻ, അവരുടെ പ്രവർത്തനം കുറേ കൂടി റാഡിക്കലൈസ് ആവണം, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് തെറ്റിപ്പിരിഞ്ഞ് പോയ പ്രവർത്തകരാണ്, അല്ലെങ്കിൽ ഈ ഭീകരരാണ് ഈ പറയുന്ന ISKPയിലെ അംഗങ്ങളായിട്ട് ഫോം ചെയ്യപ്പെട്ടത്. പിന്നെ അവരുടെ പ്രവർത്തനം അടിസ്ഥാനപ്പെടുത്തി അവർ മുന്നോട്ട് പോകുന്ന അഫ്ഗാൻ കേന്ദ്രീകരിച്ചാണ്. അഫ്ഗാന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയാം. പുറമേ നിന്നുള്ള ഇന്റലിജൻസ് ഏജൻസികൾക്കോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഏജൻസികൾക്കോ യാതൊരു ആക്സസും ഇല്ലാത്ത ഒരു ഏരിയയാണ്. ഒരു പ്രീ 9/11 സിറ്റുവേഷനിലാണ് അഫ്ഗാൻ. അതുകൊണ്ട് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇവർ പ്രവർത്തനം കേന്ദ്രീകരിക്കുന്നത്. വളരെയധികം റാഡിക്കലൈസ്ഡ് ചിന്താഗതിയുള്ളവരാണ്. അതായത് ശരീഅത്ത് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ട്രാൻസ് നാഷണൽ ഒരു കാലിഫേറ്റ് ഒക്കെ സ്ഥാപിക്കണം. അതിനകത്ത് രസകരമായിട്ടുള്ളൊരു വസ്തുത എന്ന് പറയുന്നത് ഇവർ ഈ താലിബാന് പോലും എതിരാണ്. അത് എതിരാവാൻ കാരണം എന്ന് പറയുന്നത് താലിബാൻ അത്ര സ്ട്രിക്റ്റ് അല്ല എന്നാണ് അവരുടെ അറിയാം. താലിബാൻ നടത്തുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ നമുക്ക് അറിയാം. അവിടുത്തെ പെൺകുട്ടികളും അവിടുത്തെ സാധാരണ ജനങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവകാശ ലംഘനങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതാണ് ഈ ISKPയുടെ ഒരു ബേസ് എന്ന് പറയുന്നത്, ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. തുടർന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഈ പലപ്പോഴും നമുക്ക് ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾ വരുന്നു, ചില സംഘടനകൾ ഒരു ആക്രമണങ്ങളൊക്കെ നടത്തുന്നു, അത് വാർത്തയാകുന്നു. പക്ഷെ അതിനേക്കാൾ അപ്പുറം അത് സൃഷ്ടിക്കുന്ന, ഗ്ലോബൽ തലത്തിൽ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതിന്റെ ഒരു പ്രഭാവം എന്ന് പറയുന്നത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണ്. അത് ലോക സമാധാന ക്രമത്തെ, ഒരുപക്ഷെ ലോകക്രമത്തെ തന്നെ പല ഭീകര സംഘടനകളുടെയും ആവിർഭാവം ഗുരുതരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ തോന്നുന്നു. ജോർജി, നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകം വളരെയേറെ മാറിക്കഴിഞ്ഞു. പണ്ട് നമുക്കറിയാം, ഇപ്പോൾ ആഫ്രിക്കയിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് ഏഷ്യയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അത്രമാത്രം ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ സ്വാധീനം ഉണ്ടാക്കാൻ ഒരിക്കലും സാധിക്കില്ല. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അത്രമാത്രം ഒരു ബൃഹത്താണ് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല.
എന്നാൽ കാലം മാറി സയൻസ് ടെക്നോളജി ഡെവലപ്പ് ആയപ്പോൾ നമുക്കറിയാം ഇപ്പം ഒരു ലോകം വളരെ എന്താ പറയുക വളരെ ചുരുങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈസി ആക്സസ് ആണ് എപ്പോഴും. അപ്പോൾ ഒരു ദേശത്ത് സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഇമ്പാക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ വളരെ ആഴത്തിൽ തന്നെ മറ്റൊരു ദേശത്തെ വളരെ കൃത്യമായിട്ട് സ്വാധീനിക്കുകയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളതിനെക്കുറിച്ച് വിശദമായിട്ട് ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒരു 1991 ഗൾഫ് വാർ, ഇറാഖ് കുവൈറ്റ് വാർ, അതിനുശേഷം അതിൽ US സഖ്യകക്ഷികളെല്ലാം ഇടപെട്ടു. അതിൻ്റെ ഇമ്പാക്റ്റിന് ശേഷം നമുക്കറിയാം ഗൾഫിലെ ഒരു സ്ഥിതി അങ്ങോട്ട് കംപ്ലീറ്റ് മാറുകയാണ്. കൃത്യം പറയുകയാണെങ്കിൽ ഇറാഖിൻ്റെ ഒരു സ്ഥിതി വളരെ അസ്ഥിരതപ്പെട്ടു. അവിടുന്ന് പല രീതിയിലുള്ള തീവ്രവാദ സംഘടനകൾ ഉയർന്നു വരുന്നു. അതിനുശേഷം അവിടുന്ന് മൈഗ്രേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ അത് വല്ലാതെ ലോകത്തിൻ്റെ പ്രത്യേകമായിട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളെ, അമേരിക്കൻ രാജ്യങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു. 2014 ആ ഒരു സമയ കാലഘട്ടത്തിൽ വന്ന ഈ ISൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ ആൻഡ് ഇറാഖ്, അവിടെ പ്രവർത്തനങ്ങൾ ചിന്തിക്കുമ്പോഴെന്ന് വെച്ചാൽ ആ ഒരു ഭീകര സംഘടന പ്രവർത്തനത്തിന് മൂലം ആ പ്രദേശം, പ്രത്യേകിച്ച് ആ ഒരു ഏഷ്യയുടെ ആ ഭാഗങ്ങളിലെല്ലാം വളരെ ഒരു അസ്ഥിരമായിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം ഉടലെടുത്തു. ഫലമായിട്ട് 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഈ അഭയാർത്ഥികൾ അവർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കെല്ലാം വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സംഭവവികാസങ്ങളെല്ലാം ഈ ലോക രാജ്യങ്ങളുടെ സാമൂഹിക, സാമ്പത്തിക അല്ലെങ്കിൽ അവരുടെ മതപരം ഇതിനെല്ലാ അവസ്ഥകളിലും ഒരുപാട് വ്യതിയാനങ്ങൾ വെച്ചാൽ വളരെ വേഴ്സായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. നമുക്ക് അല്ലാതെ പറയാം, അത് നമ്മളൊരിക്കലും തിരിച്ചറിയാൻ പോയിരിക്കും. അവിടെ കൃത്യമായിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരിക്കണം. ഇപ്പോൾ നമുക്കറിയാം യൂറോപ്പിൻ്റെ അവസ്ഥ എന്താണ് ശരിക്കും. അവിടെ തികച്ചും ഒരു ഭീകര അവസ്ഥയാണ്. പലപ്പോഴും ജനങ്ങളുടെ ഒരു സുരക്ഷിത ജീവിതം അല്ലെങ്കിൽ മറ്റുള്ള ഒരു സമാധാനപരമായ അന്തരീക്ഷം, അങ്ങനെ പല കാര്യങ്ങൾക്കും തികച്ചും ഭീഷണി നേരിടുന്ന അവസ്ഥയുള്ളത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ സംഘടനകളുടെ ഉത്ഭവം, അവയുടെ പ്രവർത്തനം, ആക്രമണം ഉണ്ടാകുന്ന ദേശത്ത് മാത്രമല്ല മറിച്ച് ഒരു വലിയ ഗ്ലോബലി വൈഡ് ആയിട്ട് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അത് വളരെ ആ പ്രത്യേകത വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവർത്തനങ്ങളോട് വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം, വളരെ ജാഗ്രതയോട് വേണം നമ്മുടെ ഓരോ പ്രവർത്തനം ഉണ്ടാകണം. ഓക്കെ, ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ 9/11 അൽ-ഖ്വയ്ദ അറ്റാക്ക്, അറ്റാക്ക് ചെയ്തു. അതിനുശേഷം ഉണ്ടായ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ സാധിക്കാത്തതാണ്. പിന്നെ അത് നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിലേക്ക് US നടത്തുന്ന അറ്റാക്കുകൾ, അതിനുശേഷം ആ പ്രദേശം തന്നെ ഒരു പ്ലേസ് ആയി പോകുന്നു, അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ. അപ്പോൾ വളരെ കറക്റ്റ് ആണ്. അതായത് ഒരു ഭീകര സംഘടന ഒരു സ്ഥലത്ത് നടത്തുന്ന ഒരു ആക്രമണം, അത് ഗ്ലോബൽ തലത്തിൽ രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഭീകര സംഘടനകളൊക്കെ ആവിർഭാവത്തിന് എത്രയോ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് എമൗണ്ട് ആണ് ഈ ഭീകര സംഘടനകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് രാജ്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. പലപ്പോഴും ഇപ്പൊ പാകിസ്ഥാനൊക്കെ ഭീകര സംഘടനകളെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക കൊടുക്കുന്ന പൈസ പോലും പാകിസ്ഥാൻ ഇവർക്കാണ് മറിച്ച് കൊടുക്കുന്നത്. വേറെ കാര്യം. അപ്പോൾ ഗ്ലോബൽ തലത്തിൽ തന്നെ ഈ പറയുന്ന തീരുമാനങ്ങൾ, പോളിസീസ്, ജനങ്ങളുടെ ഈ ചിലപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ജനങ്ങളുടെ അവകാശങ്ങൾ, മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഗുരുതരമായിട്ട്. മറ്റൊരു ചെറിയ കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസൻ പ്രൊവിൻസിൽ ഇതിന്റെ ഈ ഒരു ആഹ്വാനങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ സന്ദേശം, ഇതൊക്കെ നമ്മൾ എത്രമാത്രം ഒരു ഭീതിയോടുകൂടി കാണാനുള്ള കാരണം എന്നാ അറിയുക. മറ്റൊരു കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ പാലസ്തീനിലെ ഹമാസ് യുദ്ധം ഉണ്ടായി. അപ്പോൾ ആ യുദ്ധത്തോട് സംഭവിച്ചെന്താണ്, ശരിക്കും ഒരു സിമ്പതി ലോകത്താകമാനമുള്ള ജനങ്ങളുടെ, നിർമ്മല മനസാക്ഷികളായ വ്യക്തികളുടെ ഒരു സിമ്പതി ആർജിച്ചെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം മനസ്സിലാക്കണം, ഒരുപക്ഷെ യുദ്ധത്തിൽ ഇസ്രായേൽ ഹമാസിനെ പരാജയപ്പെടുത്തിയാൽ പോലും ഹമാസ് ഉയർത്തിയ ആ ഒരു ഐഡിയ അല്ലെങ്കിൽ അവരുടെ പാലസ്തീൻ ജനങ്ങളുടെ അവസ്ഥ, ഇതെല്ലാം ഒരു ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഇപ്പം ഹമാസ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയയെ അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം അതാണ് ഈ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഈ രീതിയിലുള്ള ഈ ഭീകരാക്രമണങ്ങളുടെ മറ്റൊരു ഇമ്പാക്ട് വരുന്നത്. ശരിക്കും ജനഹൃദയങ്ങളെ ആകർഷിക്കാൻ, അവരുടെ ആശയങ്ങളെ കുറച്ചുപേരെങ്കിലും സ്വാധീനിക്കാനൊക്കെ വളരെ ഇടയാക്കും. തീവ്ര ആശയങ്ങളുടെ ഒരു ഏകീകരണത്തിലേക്ക് പലപ്പോഴും ഇത്തരം സംഭവങ്ങളെ ഇവർ യൂസ് ചെയ്യുന്നു. നമുക്ക് ഈ ISKP ചർച്ചയ്ക്ക് എടുക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സാഹചര്യം നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഷെക്കിന്റെ ഡിബേറ്റിൽ പോലും ആ ഒരു വിഷയം ചർച്ച ചെയ്തതാണ്. അവരുടെ വോയിസ് ഓഫ് ഖുറൈസാനിൽ വന്നിട്ടുള്ള വളരെ അപകടകരമായിട്ടുള്ള, ഡേഞ്ചറസ് ആയിട്ടുള്ള ചില കലാപ ആഹ്വാനങ്ങൾ. അത് നമുക്കത് പബ്ലിക്കായിട്ട് പല കാര്യങ്ങൾ അത് പച്ചയ്ക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും ചില കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കൊരു അവബോധം, ജാഗ്രത കൊടുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം മറ്റു മീഡിയകൾ ആ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്നത് കൊണ്ട് തന്നെ അത് എത്രത്തോളം ഒരു ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്താണ് സൃഷ്ടിക്കുന്നത്. ജോർജ്, ഇവിടെ പലപ്പോഴും വളരെ പ്രാധാന്യത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വാർത്തകൾ തമസ്കരിക്കുകയും വളരെ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വാർത്തകൾ അതിപ്രാധാന്യത്തോടുകൂടി വിശകലനം ചെയ്യുകയും ചർച്ചകൾ വയ്ക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമ ലോകത്തുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ അധികം പേരും തന്നെ ഇത്തരമൊരു ഭീഷണിയെക്കുറിച്ച് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ബ്രീഫ് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസാൻ അത് എന്താണെന്ന് ജോർജ് പറഞ്ഞു. അവരുടെ 36ാമത്തെ ലക്കത്തിലാണ്, അതായത് ഈ ജൂൺ ലക്കത്തിലാണ് ഇന്ത്യക്കെതിരെ അവർ കലാപാഹ്വാനമായിട്ട്, കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കലാപത്തെക്കുറിച്ചല്ല പറയുന്നത്, ഏറ്റവും പ്രധാനമായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഇന്ത്യയിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ,
അതുപോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിം ഇതര എല്ലാ വിശ്വാസികളെയും, പ്രത്യേകിച്ച് ബഹുദൈവ വിശ്വാസികൾ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പശുവിനെ ആരാധിക്കുന്നവർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അവർ ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. അവരെ കൊല്ലേണ്ട രീതികൾ എങ്ങനെയാണെന്നും അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിവിടെ പറയാൻ പരിമിതിയുണ്ട്. ഇതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിന്റെ കുറച്ചുകൂടി വിശാലമായ ഒരു അർത്ഥത്തിൽ കാണുകയാണെങ്കിൽ, ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസാൻ അവർ ഇതിനു മുൻപ് ചെയ്ത ആക്രമണങ്ങൾ എന്തൊക്കെയായിരുന്നു, എവിടെയൊക്കെയാണ് അവർ ആക്രമണം നടത്തിയത് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഈ വർഷം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ജനുവരിയിൽ ഇറാനിൽ അവരൊരു സ്ഫോടനം നടത്തി. അതിൽ 100ഓളം പേര് കൊല്ലപ്പെട്ടിരുന്നു. മോസ്കോയിൽ കഴിഞ്ഞ മാർച്ചിൽ നടത്തിയ സ്ഫോടനത്തിൽ 145ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഇതുപോലെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ തമസ്കരിച്ച ഒരു വാർത്തയായിരുന്നു റഷ്യയിലെ പള്ളികളും സിനഗോഗും ആക്രമിച്ചതും പിന്നെ ഒരു വൈദികനെ പച്ചയ്ക്ക് കഴുത്തറുത്ത് കൊന്ന വാർത്തയും. ഇതിന്റെ പിന്നിലും അവരുടെ സ്ലീപ്പർ സെല്ലുകളായിരുന്നു എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതുകൂടാതെ തന്നെ മറ്റു പല ആക്രമണങ്ങളും അവർ ഈ കാലയളവിൽ തന്നെ നടത്തി കഴിഞ്ഞതാണ്. പല ആക്രമണങ്ങളും അതിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അതത് രാജ്യങ്ങളിലെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ പൊളിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ നടക്കാൻ പോകുന്ന പാരീസ് ഒളിമ്പിക്സിനടക്കം അവർ ആക്രമണം നടത്തുവാനായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ചെറിയൊരു സംഘടനയല്ല. IS കരുതുന്നതിനേക്കാൾ കൂടുതൽ ഭീകരമായ ഒരു സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസാൻ. IS ഒരു ഏരിയയിൽ ഒതുങ്ങി നിന്ന് അവിടെ നിന്ന് വികസിച്ചു വന്നിരുന്നെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസാൻ അഫ്ഗാനിൽ വേരുറപ്പിച്ച് ഇപ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവർക്ക് അനുയായികളുണ്ട്. അവർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ഇവർക്ക് അനുയായികളെ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇവരുടെ ഒരു മാധ്യമ ശൃംഖല ഫോം ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ ഡിസൈനിലാണ് അവർ അവരുടെ പുസ്തകം തന്നെ ഇറക്കിയിരിക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഇത്തരം പുസ്തകങ്ങൾ ഏകദേശം 16 ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഇതുപോലെയുള്ള ഭാഷകളിൽ കൂടാതെ ശ്രദ്ധിക്കേണ്ട ചില ഭാഷകളുണ്ട്. ഹിന്ദി, ബംഗാളി, ഹൗസ. ഈ ഹൗസ എന്ന് പറയുന്നത് നൈജീരിയയിലത്തെ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ്. ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇവരുടെ സ്വാധീനം എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്താകമാനം നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ ഇവർക്ക് വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യക്കെതിരെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ആ പ്രൊപ്പഗാൻഡ ത്രെറ്റ് അത് വളരെ കരുതലോടും വളരെ സൂക്ഷ്മതയോടും കൂടി നമ്മുടെ രാജ്യവും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ഇന്റലിജൻസ് സംവിധാനങ്ങളും പരിശോധിക്കണം. കാരണം റഷ്യയിൽ കഴിഞ്ഞ ആഴ്ച നടന്നത് ഇവരുടെ സ്ലീപ്പർ സെല്ലാണ്. റഷ്യയിൽ തന്നെയുള്ള സ്ലീപ്പർ സെല്ലാണ് അത് എക്സിക്യൂട്ട് ചെയ്തത്. വൈദികനെ കഴുത്തറുത്തത് അടക്കമുള്ള സംഭവങ്ങൾ എക്സിക്യൂട്ട് ചെയ്തത് അവരാണ്. ഈ കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണ് എന്ന് പലരും പറയാൻ തുടങ്ങിയിട്ട് നാളുകളായി. അതുകൊണ്ട് തന്നെ ഇവർ കൊടുക്കുന്ന ആശയങ്ങള് അത് പേറുന്ന ചില വ്യക്തികളിലൂടെ അത് എപ്പോൾ വേണമെങ്കിലും എവിടെയും സംഭവിക്കാം. അതും കൂടാതെ ഇവരുടെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ IS വെല്ലുന്ന ടെക്നോളജിയാണ്. ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇവർ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഡാർക്ക് വെബും മറ്റ് സംവിധാനങ്ങളിലൂടെയാണ് ഇവരുടെ ആശയങ്ങൾ, ഇവരുടെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അത് വളരെ കറക്റ്റാണ്. ഇപ്പം അരുൺ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഈ നമ്മൾ ഈ കൺവെൻഷനലായിട്ട് കണ്ട പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഭീകര സംഘടന, ഇപ്പൊ അൽഖ്വയ്ദ ആയിക്കോട്ടെ, IS ആയിക്കോട്ടെ, അവരിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടുള്ള ഒരു മോഡസ് ഓഫ് ഒപ്രാൻഡിയാണ് ഈ ISKP ഫോം ചെയ്തിരിക്കുന്നത്. അതായത് അരുൺ സൂചിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പോയിന്റാണ്. അവർക്ക് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു മീഡിയ ആർക്കിടെക്ചർ അവർ ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പലപ്പോഴും ഈ ISKP ബന്ധപ്പെട്ട് ഈ ആളുകൾ പിടിയിലാകുമ്പോൾ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെ വളരെയധികം എൻക്രിപ്റ്റഡാണ്. അതായത് മെസ്സേജ് സ്വീകരിച്ച ആൾക്ക് അല്ലെങ്കിൽ മെസ്സേജ് കൊടുത്ത ആൾക്ക് അത് പരസ്പരം അറിയില്ല. ഇപ്പം ഒരാളിപ്പം പിടിക്കുന്നു, ഇപ്പൊ ഒരു ഭീകരവാദ പ്രവർത്തനത്തിന് ഒരാളെ പിടിക്കുന്നു, ആരാണ് നിർദ്ദേശം നൽകിയത് എന്ന് ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് കാണിക്കുന്നത് വെർച്വൽ ആയിട്ടുള്ള ഒരു ചാറ്റ് ബോക്സ് മാത്രമാണ്. അതിന്റെ അപ്പുറത്ത് ആരാണ് ഇവർക്ക് നിർദ്ദേശം നൽകിയത് എന്ന് പലപ്പോഴും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു വളരെ ബൃഹത്തായിട്ടുള്ള അതിനൂതനമായിട്ടുള്ള ഒരു വളരെ വിപുലമായിട്ടുള്ള ഒരു സൈബർ ശൃംഖല തന്നെ ഇവർക്കുണ്ട്. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ എൻക്രിപ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരെ ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് കണ്ടെത്താനോ അന്വേഷണ ഏജൻസികൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പലരും ഇതിനെതിരെ, ഇവരുടെ ഭീഷണിക്കെതിരെ ശക്തമായിട്ടൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. 2023 US സെനറ്റേഴ്സിനോട് US ഒരു സെൻട്രൽ കമാൻഡിന്റെ മിലിറ്ററി ജനറൽ മൈക്കിൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം കൃത്യമായിട്ട് പറയുകയുണ്ട്, ISKPക്ക് ഓൾറെഡി തന്നെ വെസ്റ്റേൺ രാജ്യങ്ങളിലും അമേരിക്കയിലും വരെ ആക്രമണം നടത്താൻ അവർ കേപ്പബിൾ ആണെന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമ്മൾ ഈ ഇന്ത്യക്കെതിരെ നടത്തിയ ഒരു പ്രൊപ്പഗണ്ട ഒരു കാര്യം, അതിന്റെ അപകടാവസ്ഥ നാം മനസ്സിലാക്കണമെങ്കിൽ മുമ്പ് ഈ ISKPയുടെ ഒരു മോഡസ് ഓഫ് ഒപ്രാൻഡി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ഏതെങ്കിലും ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ടാർഗറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർക്കെതിരെ ഒരു പ്രൊപ്പഗണ്ട തന്നെ അവർ ആദ്യം പുറത്തിറക്കും. അതാണ് നമ്മളിപ്പം ഇന്ത്യക്കെതിരെ ഇപ്പൊ കഴിഞ്ഞ ലക്കത്തിൽ നമുക്ക് കണ്ടത്, വോയിസ് ഓഫ് ഖുറൈസാനിൽ കണ്ടത്. പിന്നീട് ആക്രമണം നടത്താനുള്ള ഒരു ഫത്വ അവർ ഇഷ്യൂ ചെയ്യും. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സസ്, ഈ ആക്രമണം നടത്താനുള്ള റിസോഴ്സസ് അവരത് കളക്ട് ചെയ്ത്
സ്ലീപ്പർ സെല്ല് മുഖേന അവരത് കോർഡിനേറ്റ് ചെയ്യും. പിന്നീട് ആ ഒരു ഓപ്പറേഷൻ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യും. മറ്റൊരു പോയിന്റ് കൂടി എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ നേരത്തെ ജോജി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ തീവ്രവാദ സംഘടനകളുടെ ആവിർഭാവത്തിലൂടെ ഈ അന്താരാഷ്ട്ര തലത്തിൽ സമാധാനത്തിനൊക്കെ വളരെയധികം കളങ്കം സൃഷ്ടിക്കുന്ന പല അവസ്ഥ വിശേഷങ്ങളും വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ISKP ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് ഇവര് ഇറാനിലാണ് ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവർ ഈ ആക്രമണം നടത്താൻ അല്ലെങ്കിൽ ആക്രമണം നടത്തേണ്ട വ്യക്തികളെ റിക്രൂട്ട് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നായിരിക്കും. പിന്നെ ഈ ആക്രമണ പദ്ധതി പ്ലാൻ ചെയ്യുന്നത് പാകിസ്ഥാനിലായിരിക്കും. ഈ ആക്രമണം നടത്തുന്നത് ഇറാനിലായിരിക്കും. അപ്പൊ ഈ ആക്രമണം നടന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ 3 രാജ്യങ്ങളുടെ ഇടയിൽ ഒരു ശത്രുത സൃഷ്ടിച്ച് ആ മേഖലയിലെ ഒരു സമാധാന അന്തരീക്ഷം തകർത്ത് അതൊരു അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് പിന്നെ അവിടെ അവരുടെ അജണ്ട, ആ ഒരു അരക്ഷിതാവസ്ഥ മുതലെടുത്ത് അവരുടെ സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ മേഖല ഡീസ്റ്റെബിലൈസ് ആകുമ്പോൾ അവിടെ ആഭ്യന്തര കലാപങ്ങൾ വരും. നമുക്ക് സ്ത്രീയിലൊക്കെ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹമൊക്കെ. അപ്പോൾ വളരെ തന്ത്രപരമായിട്ടാണ് ഇവരുടെ ഓരോ നീക്കങ്ങളും എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ISKP ഈ ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ലോകത്തിന് ഏറ്റവും കൂടുതൽ സമാധാന അന്തരീക്ഷത്തിന് കളങ്കം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള വലിയൊരു ഭീകര സംഘടന തന്നെയാണ് ISKP. അതിന്റെ ഒരു സീരിയസ്നെസ് ലോകരാജ്യങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, അല്ലെ? ജോർജ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ പറഞ്ഞു നമ്മുടെ സ്ലീപ്പർ സെല്ലുകൾ. ഇപ്പൊ കേരളത്തിൽ എപ്പോഴും ഈ സ്ലീപ്പർ സെല്ലുകളെ കുറിച്ചുള്ള വളരെ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ, ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ കാര്യമായിട്ടുള്ള ഒരു ശ്രദ്ധ എടുക്കുന്നില്ല. അത് വളരെ ഒരു അപകടം പിടിച്ച കാര്യമാണ്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ഹമാസിനെ പോലുള്ള തീവ്രവാദ സംഘടനകളെ കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞോ അറിയാതെ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഒരു സിമ്പതി സൃഷ്ടിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരം ഈ ISKP പോലുള്ള ഈ ഭീകര സംഘടനയ്ക്കുള്ള ഒരു ഒരു അടിത്തറ നമ്മൾ പോകുകയാണ്. കാരണം ഇതൊക്കെ വായിച്ച് ഈ ജേണലുകൾ, ഇപ്പോൾ പറഞ്ഞ ജേണലുകൾ, വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട്. വാക്കുകൾക്ക് എല്ലാം മാറ്റിമറിക്കാം. നമുക്കറിയാം, ഈ ലോ എടുത്തെടുത്ത് പഠിക്കുമ്പോൾ പല രീതിയിൽ വിപ്ലവങ്ങളുടെയും തുടക്കം എന്ന് പറഞ്ഞാൽ തന്നെ ഈ വാക്കുകൾ എഴുത്തുകളായിരിക്കും. പെന്നീസ് മൈറ്റഡ് ആൻഡ് സോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാക്ക്, അപ്പോൾ ഇത്തരത്തിലുള്ള ജേണലുകൾ ഇവിടെ നമുക്കറിയാം വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ ഇതൊക്കെ ഉറപ്പായിട്ട് യുവജനങ്ങളെ സ്വാധീനിക്കും. ഇനി ഞാൻ പറയാം, എന്തുകൊണ്ടാണ് ഈ ഒരു ISKP ഫോം ചെയ്യപ്പെട്ടത്? അവർക്ക് തോന്നി അവർക്ക് മുമ്പുള്ള ഭീകര സംഘടനകളെ ആ തീവ്രത അത്ര പോരാൻ തോന്നി. അല്ലെങ്കിൽ അവരുടെ ശരീര നിയമം കംപ്ലീറ്റ് ആയിട്ട് പാസ്സാക്കുക. ഇപ്പം നമ്മൾ കമ്മ്യൂണിസ്റ്റെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, ലെനിൻ്റെ ആ ഒരു പോളിസി അല്ലെങ്കിൽ ആ പോക്ക്, കമ്മ്യൂണിസ്റ്റിൻ്റെ സ്വഭാവം അത്ര ഇഷ്ടപ്പെട്ടില്ല. സ്റ്റാലിൻ്റെ ആ ഒരു ഭരണകാലം കുറേ കൂടെ തീവ്രം നിറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എൻകറേജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉറപ്പായിട്ടും ഈ രീതിയിൽ ആഴത്തിൽ വേരൂന്നിയ അതിതീവ്ര സ്വഭാവമുള്ള, എന്താ പറയുക, വളരെ വളരെ ഭീകര സ്വഭാവമുള്ള സംഘടനകളുടെ ഒരു വലിയ രൂപീകരണം ഉണ്ടാവും. ചെറുപ്പക്കാർ ആകർഷിക്കപ്പെടും. അവിടെയാണ് നമ്മൾ കേരള ജനത്വം അല്ലെങ്കിൽ നമ്മുടെ രാജ്യമെമ്പാടും ശ്രദ്ധിക്കേണ്ട ഒരു വലിയ മേഖലയുള്ളത്. ഒരു പോയിന്റ് ഞാൻ പറയാൻ, അതായത് ഈ ചെറുപ്പക്കാരുടെ ഒരു സ്വാധീനം എന്ന് പറയുമ്പോൾ, ഈ നമ്മുടെ കേരളത്തിൽ നിന്നും IS-ലേക്കൊക്കെ പോയവരുണ്ടല്ലോ, അതായത് അഫ്ഗാൻ ജയിലുകളിലൊക്കെ ഇപ്പോൾ കഴിയുന്ന മലയാളി പെൺകുട്ടികളും ഒപ്പം തന്നെ അവരുടെ ഭർത്താക്കന്മാർ ഓൾറെഡി കൊല്ലപ്പെട്ടു. അവരൊക്കെ ഈ ജോയിൻ ചെയ്തത് ഈ ISKP-ലാണ്. അവർ പോയവരുടെ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ ക്വാളിഫൈഡ് ആണ്. ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, IT പ്രൊഫഷണൽസ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഈ ISKP-യുടെ ഒക്കെ ഒരു സൈബർ മേഖലയിലെ അവരുടെ ഒരു വളർച്ച അല്ലെങ്കിൽ അവരുടെ ഒരു ടെക്നിക്കൽ കഴിവ് എന്നൊക്കെ പറയുന്നത് വിരൽ ചൂണ്ടുന്നത് അതിലേക്കൊക്കെ റിക്രൂട്ട് ചെയ്യപ്പെട്ടവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. ഇവിടെ പലപ്പോഴും അതിനെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് ജനം നിരക്ഷരരായതുകൊണ്ടാണ് ഇത്തരം ഭീകര പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത്തരം ഭീകര സംഘടനകൾ ആവിർഭാവത്തിന്റെ കാരണം അമേരിക്കയാണ്, റഷ്യയാണ്, ലോകത്തിലെ ഏതെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളാണ്, ഇസ്രായേലാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വഴി തെറ്റിച്ചു വിടുകയാണ്. പക്ഷേ ശരിക്കും നമ്മൾ ഇത് പരിശോധിക്കുകയാണെങ്കിൽ പലപ്പോഴും ഇത്തരം സംഘടനകൾ രൂപം കൊള്ളുന്നത് തീവ്രമായ ആശയങ്ങളെ അവരുടേതായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചും വികസിപ്പിച്ചും ഒക്കെയാണ്. ഇവിടെ ജോജി പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഇലക്ഷൻ ടൈമിൽ എന്തൊക്കെ പ്രചരണങ്ങളാണ്. ഇപ്പോൾ ഈ ആരെങ്കിലും ഒരാൾ പറഞ്ഞ വാക്കുകളെ എത്രത്തോളം വളച്ചൊടിച്ചാണ് അവരതെല്ലാം വ്യാഖ്യാനിച്ച്. പക്ഷേ ഈ വ്യാഖ്യാനിച്ചതൊക്കെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ എത്തുന്നു എന്നതിന്റെ തെളിവ് കൂടി ഈ മാഗസിനിലെ ഇവരുടെ കവർ സ്റ്റോറിയിലുണ്ട്. പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തന്നെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെ മുസ്ലിമുകളെയെല്ലാം നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിച്ചു. ഇതൊക്കെയാണ് അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. ഈ ആരോപണങ്ങൾ ആരാണ് ഇവിടെ പ്രചരിപ്പിച്ചത്? പ്രധാനമന്ത്രി പറഞ്ഞത് ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നും എല്ലാം ഇന്ത്യയിലേക്ക് വന്ന നുഴഞ്ഞുകയറ്റക്കാരെ ആണെങ്കിൽ അതിനെ ഈ രീതിയിലേക്ക് വ്യാഖ്യാനിച്ച് ലോകം മുഴുവൻ എത്തിച്ച് ഇത്തരം തീവ്രവാദികളുടെ ഉള്ളിലേക്ക് അത്തരം കാര്യങ്ങൾ കൊടുക്കുന്നത് ഇവിടെ ആരാണ്? നമ്മൾ ശ്രദ്ധിച്ച് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ISKP-യുടെ മാഗസിനിൽ വന്നതിന് സമാനമായിട്ടുള്ള ഒരു ഭീഷണി വർഷങ്ങൾക്ക് മുമ്പ് ഈ ISKP-യിൽ തന്നെ ജോയിൻ ചെയ്ത മലയാളിയായിട്ടുള്ള അബ്ദുൾ റാഷിദ്, അയാൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ മലയാളത്തിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു ഭീഷണി ആഹ്വാനം നടത്തിയിരുന്നു.
പക്ഷേ ആ ഒരു ഭീഷണിയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ളൊരു ചർച്ചകളോ ഒരു മീഡിയ അറ്റൻഷനോ അതിന് ലഭിച്ചില്ല എന്നതാണ് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു വസ്തുത. നമ്മുടെ ഈ ചർച്ചയിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയുണ്ടായി ഭീകര സംഘടനകൾ അത് സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ്, ലോകത്തിൽ സൃഷ്ടിക്കുന്ന പലതരത്തിലുള്ള ഇമ്പാക്റ്റ്, സാമ്പത്തികമായിക്കോട്ടെ അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളായിക്കോട്ടെ, മതപരമായിട്ടുള്ള അവകാശങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളായിക്കോട്ടെ, അവർ സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ISKP പോലുള്ള ഭീകര സംഘടനകൾ സൃഷ്ടിക്കുന്ന ഭീഷണിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണവും മുന്നറിയിപ്പ് നൽകുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഇവിടുത്തെ മാധ്യമങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ വിഷയത്തിലെ ഞങ്ങളുടെ നിലപാട് ഇതാണ്. ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകരമായിട്ടുള്ള നിശബ്ദത അല്ലെങ്കിൽ അതിനെപ്പറ്റി ജാഗ്രത കൊടുക്കാതിരിക്കുന്നത്, അത് സൃഷ്ടിക്കുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് വളരെയധികം അപകടകരമാണ്. ചരിത്രത്തിലെ യാഥാർത്ഥ്യങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിക ഭീകര സംഘടനകൾ ആവിർഭാവം ചെയ്ത അല്ലെങ്കിൽ അവർ ആക്രമണങ്ങൾ സൃഷ്ടിച്ച രാജ്യങ്ങളുടെ ഇന്നത്തെ ഒരു അവസ്ഥ കണ്ണോടിച്ചു കഴിഞ്ഞാൽ അവർ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്, അതിൻ്റെ തോത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നിശബ്ദത കൈവിടുക, കൃത്യമായിട്ടുള്ള ജാഗ്രത കൃത്യസമയത്ത് നൽകുവാനുള്ള ആർജവത്വം മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും കാണിക്കുക. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.